അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 10ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. ഇതിനു മുമ്പുള്ള പാഠങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസുൽ ആഷിർ, 10ാമത്തെ പാഠം, അൽ കൽബു സലീം. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഹാജർ എടുത്തു കഴിഞ്ഞപ്പോൾ ഉസ്താദ് ചോദിച്ചു, ദുൽഫുക്കാർ ഇന്നലെ എവിടെയായിരുന്നു? ദുൽഫുക്കാർ: സുഖമില്ലായിരുന്നു, പല്ലുവേദനയായിരുന്നു. അഹ്മദ്: അവൻ കളവ് പറയുകയാണ്, അവൻ ഇന്നലെ വിരുന്നു പോയതാണ്. ദുൽഫുക്കാർ ഒന്നും മിണ്ടിയില്ല. ഉസ്താദ് ദുൽഫുക്കാറിനെ അടുത്തു വിളിച്ചു. എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു, കളവ് പറയരുത്, അത് വലിയ കുറ്റമാണ്. സത്യവിശ്വാസികൾ കളവ് പറയില്ല. സംസാരശേഷി അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വലിയ ശിക്ഷ ലഭിക്കുന്നതും തെറ്റായ സംസാരങ്ങൾ മൂലമാണ്. നാവിനെയും ഫർജിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്. ഖുലിൽ ഹഖ വലൗ കാന മുറ. അതിന്റെ അർത്ഥം നോക്കൂ. കൈപ്പുള്ളതാണെങ്കിലും സത്യം പറയൂ. ലാ യഗ്തബ് ബഅ്ലുകും ബഅ്ലാ. അതിന്റെ അർത്ഥം നിങ്ങൾ ഗീബത്ത് പറയരുത്. ലാ യദ്ഖുലുൽ ജന്നത നമ്മാം. അതിന്റെ അർത്ഥം ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അടുത്തത് നോക്കൂ. ലാ യസ്ഹർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറം മിൻഹും. അതിന്റെ അർത്ഥം നോക്കൂ. പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായേക്കാം. നാവ് കൊണ്ട് ചെയ്യുന്ന ദോഷങ്ങളായ കളവ്, ഗീബത്ത്, നമീമത്ത്, പരിഹാസം എന്നിവയെക്കുറിച്ചുള്ള താക്കീതാണ് ഈ വചനങ്ങളിലുള്ളത്. അതുപോലെ ഹൃദയം കൊണ്ട് സംഭവിക്കുന്ന നിരവധി തെറ്റുകളുണ്ട്. അന്യായമായ കോപം, പക, അസൂയ, അഹംഭാവം, ഉൾനാട്യം മുതലായവ ഹൃദയം കൊണ്ടുള്ള ദോഷങ്ങളാണ്. ലാ തഗ്ലബ് വലക്കൽ ജന്ന. അതിന്റെ അർത്ഥം നോക്കൂ. നീ കോപിക്കരുത്, നിനക്ക് സ്വർഗം ലഭിക്കും. അൽ മുഅ്മിനു ലൈസ ബിഹഖൂദ്. അതിന്റെ അർത്ഥം സത്യവിശ്വാസി പകയുള്ളവനല്ല. അൽ ഹസദ് യഅ്കുലുൽ ഹസനാതി കമാ തഅ്കുലുൻ നാറുൽ ഹതബ്. അതിന്റെ അർത്ഥം തീ വിറക് തിന്നുന്നത് പോലെ അസൂയ നന്മകളെ തിന്നുകളയും. അടുത്തത് ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ഹബ്ബത്തിൻ മിൻ കിബർ. അതിന്റെ അർത്ഥം അണിമണി തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. അടുത്തത് നോക്കൂ. സലാസുൻ മുഹ്ലികാത്ത്, ഹവൻ മുത്തബിഉൻ വശുഹുൻ മുതാഉൻ വഇജാബുൽ മർഇ ബിനഫ്സിഹി. അതിന്റെ അർത്ഥം നോക്കൂ. 3 നാശകാരികളാണ്. അത് ഏതൊക്കെയാണ്? ദേഹേച്ഛയെ പിന്തുടരൽ, പിശുക്കിനെ അനുസരിക്കൽ, ഉൾനാട്യം എന്നിവയാണവ. ഈ ഹദീസുകളിൽ നിന്ന് മുകളിൽ പറഞ്ഞവയെല്ലാം നാം വർജിക്കേണ്ട പാപങ്ങളാണെന്ന് മനസ്സിലാക്കാം. സത്യവിശ്വാസി ഹൃദയശുദ്ധിയുള്ളവനാകണം. ഹൃദയശുദ്ധിയുള്ളവൻ മാത്രമേ വിജയിക്കുകയുള്ളൂ. അല്ലാഹു തആല പറയുന്നു, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അതിന്റെ അർത്ഥം നോക്കൂ. അന്ന് സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കുകയില്ല. പാപമുക്തമായ മനസ്സുമായി വന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും. അതിന്റെ അർത്ഥം നിശ്ചയം അല്ലാഹു തആല നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപത്തിലേക്കോ നോക്കുന്നില്ല, പ്രത്യുത നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അവൻ നോക്കുന്നത്. വിനയം, കാരുണ്യം, സ്നേഹം, ക്ഷമ തുടങ്ങിയ നല്ല സ്വഭാവങ്ങൾ നാം ആർജിക്കണം. അല്ലാഹു തആല നമുക്ക് മനഃശുദ്ധിയും കർമ്മശുദ്ധിയും വചനശുദ്ധിയും നൽകട്ടെ. ആമീൻ. അപ്പൊ ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഹദീസുകൾ അതിന്റെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾ തെറ്റാതെ പഠിക്കുക. ഇനി നോക്കൂ. അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്. അതിന്റെ അർത്ഥം നന്മ ചെയ്യൽ സൽസ്വഭാവമാണ്. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്ത്. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. നോക്കൂ. ഓലബ് അർത്ഥം
കോപം. സഹിറ പരിഹസിച്ചു. കുൽ പറയൂ. ഹസദ് അസൂയ. കൽബുൻ ഹൃദയം. മുറുൻ കയ്പ്. ഉജുബ് ഉൾനാട്യം. കിബർ അഹങ്കാരം. ഹക്കുൻ സത്യം. ഷുഹുൻ പിശുക്ക്. ഹതബ് വിറക്. ഖൈർ ഉത്തമൻ. ലാ യൻഫഉ ഉപകരിക്കുകയില്ല. ഹവാ ദേഹേച്ഛ. ബിർ നന്മ. അജ്സാം ശരീരങ്ങൾ. ലാ യൻളുറു നോക്കുകയില്ല. ഹിഖദ് പക. ഹുസ്നുൽ ഖുലുഖ് സൽ സ്വഭാവം. ഗീബത്ത് അർത്ഥം ഒരാളെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയൽ. നമീമത്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയൽ. ഇനി നോക്കൂ തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നംലഉൽ ഫറാഗ് വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. അല്ലാഹു തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിൽ ഡേഷ് ഏറ്റവും വലിയതാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് സംസാരശേഷി. അല്ലാഹു തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിൽ സംസാരശേഷി ഏറ്റവും വലിയതാണ്. 2. പരലോകത്ത് വലിയ ശിക്ഷ ലഭിക്കുന്നത് ഡേഷ് മൂലമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് തെറ്റായ സംസാരങ്ങൾ. പരലോകത്ത് വലിയ ശിക്ഷ ലഭിക്കുന്നത് തെറ്റായ സംസാരങ്ങൾ മൂലമാണ്. 3. നാവിനെയും ഡേഷും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഫർജിനെ. നാവിനെയും ഫർജിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്. 4. കുലി ഡേഷ് വലൗ കാന മുറ. അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത്? അൽ ഹക്ക. കുലിൽ ഹക്ക വലൗ കാന മുറ. 5. ലാ ഡേഷ് ബഅലുകും ബഅല. അവിടെ പൂരിപ്പിക്കേണ്ടത് യഗ്തബ്. ലാ യഗ്തബ് ബഅലുകും ബഅല. 6. ലാ യദ്ഖുലു ഡേഷ് നമ്മാം. അവിടെ പൂരിപ്പിക്കേണ്ടത് അൽ ജന്നത. ലാ യദ്ഖുലുൽ ജന്നത നമ്മാം. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുതർജിമു ഇല ലുഗത്തിന മാതൃഭാഷയിലേക്ക് തർജിമ ചെയ്യാനുള്ളതാണ്. 1. ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും. അതിന്റെ അർത്ഥം നിശ്ചയം അല്ലാഹു തആല നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുന്നില്ല. 2. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. അതിന്റെ അർത്ഥം അന്ന് സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കുകയില്ല. 3. ഇൽജാബുൽ മർഇ ബിനഫ്സിഹി ഉൾനാട്യം, അതായത് സ്വയം മതിപ്പ്. 4. അൽ ഹസദ് യഅകുലുൽ ഹസനാത്ത്. അതിന്റെ അർത്ഥം എന്താണ്? അസൂയ നന്മകളെ തിന്നുകളയും. 5. അൽ മുഅ്മിനു ലൈസ ബിഹഖൂദ്. അതിന്റെ അർത്ഥം സത്യവിശ്വാസി പകയുള്ളവനല്ല. ഇനി നോക്കൂ തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നുതർജിമു ഇലൽ അറബിയ. ഇവിടെ നമ്മൾ അറബിയിലേക്ക് തർജിമ ചെയ്യണം. 1. പാപമുക്തമായ മനസ്സ്. അതിന്റെ അറബി എന്താണ്? അൽ കൽബു സലീം. 2. 3 നാശകാരികളാണ്. അതിന്റെ അറബി സലാസുൻ മുഹ്ലിക്കാത്ത്. 3. നിനക്ക് സ്വർഗം ലഭിക്കും. അതിനെ അങ്ങനെ അറബിയിൽ പറയാ ലക്കൽ ജന്ന. 4. എന്നാൽ അല്ലാഹു തആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. അതിന്റെ അറബി വലക്കിൻ യൻളുറുല്ലാഹ ഇലാ ഖുലൂബിക്കും. 5. ഏഷണിക്കാരൻ സ്വർഗത്തിൽ കടക്കുകയില്ല. അതിന്റെ അറബി ലാ യദ്ഖുലുൽ ജന്നത നമ്മാം. തദ്രീബാത്തിലെ അഞ്ചാമത്തെ പ്രവർത്തനം നസിൽ ചേരുംപടി ചേർക്കാനുള്ളതാണ്. 1. മിനൽ മുഹ്ലിക്കാത്ത് നാശകാരികളിൽ പെട്ടത്. 2. ഇന്നല്ലാഹ യൻളുറു നിശ്ചയം അല്ലാഹു തആല നോക്കുന്നത്. 3. യഅകുലുൽ ഹസനാത്ത് നന്മകളെ തിന്നുകളയും. 4. ലൈസൽ മുഅ്മിൻ. 5. ലാ യദ്ഖുലുൽ ജന്ന. ഇപ്പുറത്ത് നോക്കൂ. എ അൽ ഹസദ് അസൂയ. ബി നമ്മാം ഏഷണിക്കാരൻ. സി ഹഖൂദ് പക. ഡി ഷുഹുൻ മുതാ പിശുക്കിനെ അനുസരിക്കൽ. ഇ ഖുലൂബ്. ഇനി നമുക്ക് ഓരോന്നിനും ശരിയായിട്ടുള്ള ഓപ്ഷന്റെ ലെറ്റർ നമുക്ക് ആ ബോക്സിൽ എഴുതാം. 1. മിനൽ മുഹ്ലിക്കാത്ത് നാശകാരികളിൽ പെട്ടത്. അതിന് ശരിയായത് ഏതാണ്? ഡി ഷുഹുൻ മുതാ പിശുക്കിനെ അനുസരിക്കൽ. 2. ഇന്നല്ലാഹ യൻളുറു നിശ്ചയം അല്ലാഹു തആല നോക്കുന്നത്. ഇ ഖുലൂബ് ഹൃദയങ്ങളിലേക്കാണ്. 3. യഅകുലുൽ ഹസനാത്ത് നന്മകളെ തിന്നുകളയും. അതിന് ശരിയായത് എ അൽ ഹസദ് അസൂയ. 4. ലൈസൽ മുഅ്മിൻ
അതിന്റെ ശരിയായ ഓപ്ഷൻ ഹക്കൂദ്, സത്യവിശ്വാസി പകയുള്ളവനല്ല. 5 ലാ യദ്ഖുലുൽ ജന്ന, അതിന്റെ ശരിയായത് ബി നമ്മാം, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. DEACB. തദ്രീബാത്തിലെ 6ാമത്തെ പ്രവർത്തനം നൊഇദുൽ അസ്ഇല. ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കുക. അപ്പൊ നമ്മൾ തന്നെയാണ് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കേണ്ടത്. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. നോക്കൂ. 1 നാവ് കൊണ്ട് ചെയ്യുന്ന ദോഷങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. അതിന്റെ ഉത്തരം കളവ്, ഗീബത്ത്, നമീമത്ത്, പരിഹാസം എന്നിവ. 2ാമത്തെ ചോദ്യം ഹൃദയം കൊണ്ട് സംഭവിക്കുന്ന തെറ്റുകൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. അതിന്റെ ഉത്തരം കോപം, പക, അസൂയ, അഹംഭാവം, ഉൾനാട്യം മുതലായവ. 3ാമത്തെ ചോദ്യം അസൂയ നന്മകളെ തിന്നുകളയും, ഏതുപോലെ? ഉത്തരം തീ വിറക് തിന്നുന്നത് പോലെ. 4 3 നാശകാരികളാണ്. നാശകാരികളായ ആ 3 കാര്യങ്ങൾ ഏവ? ഉത്തരം 1 ദേഹേച്ഛയെ പിന്തുടരൽ, 2 പിശുക്കിനെ അനുസരിക്കൽ, 3 ഉൾനാട്യം. 5ാമത്തെ ചോദ്യം നാം ആർജിക്കേണ്ട നല്ല സ്വഭാവങ്ങൾ ഏവ? ഉത്തരം വിനയം, കാരുണ്യം, സ്നേഹം, ക്ഷമ തുടങ്ങിയവ. ഇനി നോക്കൂ. തദ്രീബാത്തിലെ 7ാമത്തെ പ്രവർത്തനം തഹസീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ദുർഗുണങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ആ പ്രവർത്തനം നോക്കൂ. സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ദുർഗുണങ്ങൾ എന്നൊരു ഹെഡിങ് കൊടുക്കുക. കളവ് പറയൽ അത് വലിയ കുറ്റമാണ്. പരലോകത്ത് വലിയ ശിക്ഷ ലഭിക്കുന്നത് തെറ്റായ സംസാരങ്ങൾ മൂലമാണ്. ഗീബത്ത് പറയുന്നത് തെറ്റാണ്. ഏഷണി പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഒരു വ്യക്തിയുടെ സമ്പത്തിനും സാഹചര്യങ്ങൾക്കും കേടുപാടുകൾ വരുത്താനുള്ള ഏറ്റവും വലിയ മാർഗങ്ങളിലൊന്നാണ് അഹങ്കാരം. ഹൃദയത്തിൽ ഒരു കടുകുമണിയോളം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പുകഴ്ത്തി പറയുകയും അഹങ്കാരത്തോടെ നടക്കുകയും തങ്ങളെക്കാൾ താഴ്ന്ന ആളുകളെ അവജ്ഞയോടെ കാണുകയും അവരുമായി ഇടപഴകാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അവർക്ക് സ്വയം സത്യസന്ധരാകാൻ കഴിയില്ല. ഈമാൻ നശിപ്പിക്കുകയും ഹൃദയത്തെ ഇരുട്ടിലാക്കുകയും ചെയ്യുന്ന ഒരു നിന്ദ്യമായ സ്വഭാവമാണിത്. അക്രമം, മോഷണം, വിശ്വാസവഞ്ചന, തട്ടിപ്പ്, മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കൽ, കൈക്കൂലി തുടങ്ങിയ എല്ലാ തെറ്റുകളും പരലോകത്ത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമീമത്ത്, പരിഹാസം, അന്യായമായ കോപം, പക, അസൂയ, അഹംഭാവം, ഉൾനാട്യം, പിശുക്ക് തുടങ്ങിയ സ്വഭാവ ഗുണങ്ങളുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് നിങ്ങൾ ഇത്ര കാര്യങ്ങൾ എഴുതുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.